സാർ, ഇപ്പോൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ TDS പിടിക്കേണ്ട കാര്യം അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു NRI ആണെന്നുണ്ടെങ്കിൽ അതിൽ TDS 1 രൂപ തൊട്ട് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഒരാളുടെ ഇപ്പോൾ ഒരു 10 രൂപയാണെങ്കിൽ പോലും അല്ലെങ്കിൽ 1 ലക്ഷം രൂപയാണ്, അതിനൊരു ലിമിറ്റ് ഇല്ല. NRI ആണെങ്കിൽ ലിമിറ്റ് ഇല്ല, ആൾക്ക് എത്ര കൊടുത്താലും എന്ത് വരും, നമ്മൾ TDS പിടിച്ചിട്ട് പൈസ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ റെസിഡൻസിന്റെ കേസിലുണ്ടല്ലോ, ഇപ്പം NRI അല്ല ബാക്കിയുള്ള ആളുകളുടെ കേസിൽ 50 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണെന്ന് വിചാരിക്കും ഈ നമ്മുടെ ഇടപാട് ട്രാൻസാക്ഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ 1% TDS വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 60 ലക്ഷം രൂപയാണ് ഇതിന്റെ ഇത് വരുന്നത്, ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത്. അപ്പോൾ 60,000 രൂപ ബയ്യർ TDS പിടിച്ചിട്ട് ബാക്കിയുള്ള പൈസ ഉണ്ടല്ലോ, അതായത് 59,40,000 ഇതാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അത് മാത്രമല്ല, TDS പിടിച്ചിട്ട് അതിന്റെ ചലാൻ അടയ്ക്കണം. അതിനൊരു ഫോം ഉണ്ട്, 26QB എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ട്. ആ ഫോമും നമ്മൾ ഫയൽ ചെയ്യണം. അപ്പോൾ അതിന് സെല്ലർക്ക് എന്ത് കിട്ടും, ഈ TDSന്റെ ക്രെഡിറ്റ് കിട്ടും. അദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആളുടെ ടാക്സ് ലയബിലിറ്റി ആയിട്ട് ഇത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആൾക്ക് ടാക്സ് 60,000 ആണ് ആളുടെ ടാക്സ് എന്നുണ്ടെങ്കിൽ ആൾ അടയ്ക്കണ്ട, കാരണം ഓൾറെഡി അവിടെ അടച്ചിട്ടുണ്ടല്ലോ. അതല്ല, ഇനി കൂടുതലുണ്ടെങ്കിൽ ബാക്കിയുള്ളത് അടച്ചാൽ മതി. ടാക്സ് ലയബിലിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഈ 60,000 രൂപകൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് TDS ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം.